ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ച് പ്രതികരിക്കാൻ മന്ത്രി കെ രാജൻ തൃശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കിടയില്ലാത്ത വിധം അറിയിക്കാൻ വേണ്ടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. എന്ന് മാത്രമല്ല, വനം വകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ സർക്കുലറിലെ സാങ്കേതികമായിട്ടുള്ള ചില കാര്യങ്ങൾ തൃശൂർ പൂരത്തിൻ്റെ അനുഭവങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ ആവശ്യമായ പരിശോധന നടത്തി നമുക്ക് വേണ്ട വിധത്തിൽ അതിനെ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി പുറത്തിറക്കാൻ സാധിക്കും. തൃശൂർ പൂരത്തിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ തിരുവമ്പാടിയും പാറമേക്കാവും തമ്മിലുള്ള കുടമാറ്റത്തിൻ്റെ വ്യത്യാസം 110 മീറ്റർ മാത്രമാണ്. അതുകൊണ്ട് പുതിയതായി ഇറക്കപ്പെട്ട ഈ നിർദ്ദേശങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ള പൂരത്തിൻ്റെ സുഗമമായ നടത്തിപ്പിനുള്ള തടസ്സമുണ്ടെങ്കിൽ അക്കാര്യം ഗൗരവമായി പരിശോധിച്ച് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി പൂരത്തിന് അനുകൂലമാകുന്ന വിധത്തിലും സുഗമമായി കഴിഞ്ഞ വർഷങ്ങളിലേതുപോലെ തന്നെ പൂരം നടത്താൻ കഴിയുന്ന വിധത്തിലും ആവശ്യമായ ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഒരു കാരണവശാലും ഏതെങ്കിലും വിധത്തിലുള്ള ആശങ്കയും ഈ ഘട്ടത്തിൽ ഉണ്ടാകേണ്ടതില്ല. തൃശ്ശൂർ പൂരം ലോകത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ജാതി മത വർണ്ണ വർഗ ലിംഗവ്യത്യാസമില്ലാതെ ലോകം ഒരുപോലെ ആഘോഷിക്കുന്നൊരു പൂരമാണ്. ആ പൂരത്തിൻ്റെ കാഴ്ചയ്ക്കോ കേൾവിക്കോ വർണ്ണത്തിനോ വിസ്മയത്തിനോ ഒരു കുറവുമില്ലാത്ത വിധത്തിൽ തന്നെ പൂരം സംഘടിപ്പിക്കും. പൂരവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ നേരിട്ട് ഗവൺമെൻറ് ആ കാര്യത്തിൽ ഇടപെടും. അതുമായി ബന്ധപ്പെട്ട ഒരാശങ്കയും ആളുകൾക്കിടയിൽ ഉണ്ടാകേണ്ടതില്ല. പൂരം ഇന്ന് കൊടിയേറി. എല്ലാ ഘടകപൂരങ്ങളും ഇന്ന് വൈകുന്നേരം 6:15 കൊടിയേറ്റം നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കും. അതോടെ ലോകത്തെ ഏറ്റവും ഗംഭീരമായി നടന്ന ഉത്സവമായി 2024 പൂരം തൃശ്ശൂരിൽ മാറ്റാൻ കഴിയുന്ന വിധത്തിൽ തൃശ്ശൂരാകെ ഉണർന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ആവേശമാണ് കൊടിയേറ്റത്തിലും അനുബന്ധ പരിപാടികളിലും ഉണ്ടായിട്ടുള്ളത്. ഒരു മനസ്സായി എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് തൃശ്ശൂർ പൂരത്തെ അതിഗംഭീരമാക്കും. ഒരു ആശങ്കയും വേണ്ട എന്ന കാര്യം സർക്കാരിന് വേണ്ടി വീണ്ടും ആവർത്തിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു.